ബൻവാരിലാൽ പുരോഹിത് മുതൽ ഈ പറയുന്ന പോലെ RN രവി മുതലുള്ള നിരവധി ഗവർണർമാരുടെ അവസ്ഥ എടുത്തു വെച്ചോ. അവർ ഭരണഘടനയിലെ ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണമായിരുന്നു. ആ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബില്ലുകൾ എത്ര നാൾ വേണമെങ്കിലും പിടിച്ചു വെക്കാം എന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഒരു ഗവർണർമാരും അങ്ങനെ മര്യാദയില്ലാതെ കാണിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ബില്ലുകൾ 3 കൊല്ലം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇലക്റ്റഡായി അധികാരം ഏറ്റെടുത്ത ഒരു ഗവൺമെൻറ്റുകൾക്ക് 5 കൊല്ലമേ ഭരിക്കാൻ കഴിയും. ആ പരിപാടി ഇപ്പോൾ സുപ്രീം കോടതി പൊളിച്ചു. ആ പൊളിച്ചത് കൊണ്ടിട്ട് ഇപ്പം അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ് ഭാരതാംബ എന്ന് പറയുന്നത്. അല്ലാതെ ഇവർക്ക് ഭാരത സ്നേഹമോ രാജ്യ സ്നേഹമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. കാരണം ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പൊരുതാനായിട്ട് ഇവർക്ക് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ കഥ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, എഴുതിയത് പറയുന്നില്ല, ഷൂ തക്കിയത് പറയുന്നില്ല. അല്ല, ഇത് ഉള്ളതല്ലേ? അല്ല, ക്ലീഷേ എന്ന് പറഞ്ഞാൽ ഉള്ളതാണ്. അപ്പോൾ താങ്കൾ ചോദിക്കണം, താങ്കൾ പറഞ്ഞ ഒരു വാചകത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അത് ഗവർണറോട് പറയേണ്ട വാചകമാണ്. ഗവർണർ ഈ വക ചെപ്പടി വിദ്യയൊന്നും കാണിച്ച് ഇവിടെ എന്ത് ചെയ്യരുത്, വരരുത്. ഈ ഭാരതാംബയുടെയും ഇത് വെക്കണമെന്നുള്ള കടുപിടുത്തമൊന്നും ആവശ്യമില്ല. ഇതിനു മുമ്പിരുന്ന ആരിഫ് ഖാനോ ജസ്റ്റിസ് സദാശിവമോ നിരവധി ആളുകൾ ഇവിടെ ഗവർണർമാരായിരുന്നപ്പോഴൊന്നും ഈ വക കുഴപ്പമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അജണ്ട ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് വന്ന ലിറ്ററേച്ചറിലും ആർട്ടിലും ഒക്കെ റെപ്രസെന്റ് ചെയ്തൊരു ചിത്രമാണിത്. ആ ചിത്രത്തിന് മറ്റു പല രീതിയിലുള്ള പരിണാമം സംഭവിച്ചു. അതിപ്പോ ഈ രൂപത്തിലാണ് ആ ചിത്രം. പരിണാമം അടിസ്ഥാനപരമായിട്ട് ഇത് RSS ചിത്രമാണ് എന്നത് മാത്രമാണ് പ്രശ്നം. അതെ, അതാണ് പ്രശ്നം. നാളെ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നാളെ പിണറായി വിജയൻ ഒരു ചിത്രം വരച്ചുകൊണ്ട് ഇതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിനെ കാണുന്നത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ അത് RSS ചിത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അതിന്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കാനുള്ള പ്രയാസം ഉണ്ടാകും. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഭാരതാംബ എന്ന് പറയുന്ന ഒരു ബ്രോഡർ സെൻസിലാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സകല മതസ്ഥരെയും സകല ജാതിയിലുള്ള ആൾക്കാരെയും എല്ലാ ആശയധാരകളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആകാശമായിട്ടാണ് ഞാൻ ആ ഭാരതാംബയെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെയാണ് കാവ്യ നിറത്തെയും ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിതൊരു വലിയ പ്രശ്നമായിട്ട് അതിനെ ഒരു ബ്രോഡർ സെൻസിൽ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ കണ്ണിൽ മാത്രം, ലെൻസിൽ മാത്രം നോക്കുമ്പോൾ അതിന് സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് താങ്കളുടെ പോയിന്റിനെ യഥാർത്ഥത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. താങ്കളെ പോലെ ഉള്ള ആളുകൾക്ക് ഇത് വലിയ ചിത്രമായിട്ടും ഇതെല്ലാവരും ഉൾക്കൊള്ളുന്നതായിട്ടും ഇന്നലെ തന്നെ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ അമ്പരപ്പിച്ചു. അതായത് ഇതിനകത്ത് അയ്യങ്കാളി ഉൾപ്പെട്ടിട്ടുണ്ട്, ക്രിസ്തുദേവൻ ഉൾപ്പെട്ടിട്ടുണ്ട്, ബുദ്ധൻ ഉൾപ്പെട്ടിട്ടുണ്ട്, പലരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ താങ്കൾക്ക് കാണാൻ കഴിയുന്ന വിശാല മനസ്കരുണ്ടെങ്കിൽ താങ്കൾ പൂജിച്ചോളൂ. ഇതിൻ്റെ ഫോട്ടോ വീണ്ടും കിട്ടും. താങ്കൾ വീട്ടിലോ അല്ലെങ്കിൽ ശാഖയിലോ പോകുമ്പോഴത്തേക്ക് രാവിലെ പൂജിക്കുകയും വന്ദനം നടത്തുകയും ചെയ്യുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. കാരണം ഇവിടെ ഇന്ത്യ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ താങ്കൾക്ക് നാളെ വേണമെങ്കിൽ ഏത് സിനിമാ നടിയുടെ ഫോട്ടോ വെച്ചും പൂജിക്കാം. ഞാൻ നടിമാരുടെ പേരൊന്നും പറയുന്നില്ല. ഇപ്പൊ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പലരും. താങ്കളുടെ ഇവിടെയുള്ള പ്രശ്നം ഇത് ഭരണഘടനാ വിരുദ്ധമല്ല, ഇത് മര്യാദകേട് മാത്രമാണ്. മര്യാദ ഒന്നും അല്ല, അത് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. വിളക്ക് കത്തിച്ചിട്ടാണ് ഇതിന്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഈ ഗവർണർ. ശിവൻകുട്ടീനെ നിർബന്ധിച്ചൊന്നുമില്ല, വരൂ കുമ്പിട്ട് ഒന്നും ചെയ്തൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാം. ഗവർണർ അത് ചെയ്തു. അതിൽ നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം ഈ വിളക്ക് എന്ന് പറയുന്ന ഈ ബിംബം ഉണ്ടല്ലോ, ഈ വിളക്ക് എന്ന് പറയുന്ന എന്നാൽ അതിനെതിരെ അതും വേണ്ട എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അതും വേണ്ട എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്. കേന്ദ്രീയ വിദ്യാലയയില് ഇപ്പൊ സെൻട്രലിന്റെ പ്രൊജക്ടിൽ ഫണ്ട് ചെയ്യുന്ന സ്കൂളുകളാണല്ലോ. ആ സ്കൂളുകളിലെ രാവിലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു മതത്തിന്റെ പ്രാർത്ഥനയായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനെതിരെ വേണമെങ്കിൽ വലിയ രീതിയിൽ പൊരുതാം. എന്താണ് പ്രാർത്ഥന? അസതോമ സദ്ഗമയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അറിയില്ല. തമസോമ ജ്യോതിർഗമയ, അസതോമ സദ്ഗമയ. അതാണ് അതിന്റെ അതെങ്ങനെയാണ് മതത്തിന്റെ പ്രാർത്ഥനയാവുന്നത്? അതെങ്ങനെയാണ് മതത്തിന്റെ? അത് എന്താണ്? ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന വരുന്നത്. ആയിക്കോട്ടെ, അറിയാൻ വേണ്ടി. അപ്പം അതിനെ മതത്തിന്റെ പ്രാർത്ഥനയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. അതിൽ ഉൾക്കൊള്ളുന്ന ആശയം എന്ന് പറയുന്നത് വലിയൊരു ആശയമാണെങ്കിലും അതിനെ മതത്തിന്റെ ലേബലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന പല ആൾക്കാരുണ്ട്. അതിന്റെ പുറത്ത് പല ഹർജികളൊക്കെ പോയിട്ടുണ്ട്. അത് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞു. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഒരുപാട്, അതായത് നേവൽ പബ്ലിക്കിന്റെ സ്കൂൾ മുതൽ കടവന്തരയുള്ള കെ വി വിദ്യാലയം, അതുപോലെ കാലിക്കറ്റുള്ള കെ വി വിദ്യാലയമൊക്കെ ഞാൻ ഗസ്റ്റായി നിരവധി പരിപാടികൾ പോയിട്ടുള്ളതാണ്.
അതുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനയൊന്നും ഗൗതം എന്നെ പഠിപ്പിക്കേണ്ട. ഒന്ന്, ഇതിൻ്റെ പിന്നിലുള്ള രണ്ട് കാര്യമെന്ന് പറയുന്നത് ആ രണ്ട് ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഇന്നലെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ സ്വന്തം രാഷ്ട്രീയം വളർത്താൻ പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിട്ടാണ് ഈ ഭാരതാംബയെ കാണുന്നത്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, ഇതിങ്ങനെ വേണമെന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിക്കുന്നതും ഈ പറയുന്ന ഞങ്ങൾ ദേശഭക്തർ നിങ്ങൾ ദേശവിരുദ്ധർ എന്ന് പറയുന്ന ഒരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഇത് രണ്ടും രാഷ്ട്രീയ പദ്ധതി ആയതുകൊണ്ടും ആ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത് മര്യാദകേടായതുകൊണ്ടുമാണ് കൃത്യമായിട്ട് വി ശിവൻകുട്ടിയെ എതിർത്തത്. ഇനി ഇതല്ല, ഗൗതത്തിന് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഗവർണർക്കും അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഗൗതം വീട്ടിൽ വെച്ച് പൂജിച്ചാൽ, ഗവർണർ സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചാൽ, അദ്ദേഹം ഗോവയിലെ മറ്റേ സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗവൺമെൻറ് പരിപാടികൾക്ക് ഇത് വേണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്, നടക്കില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ വീടിനെയാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വീടിനെയാണ് ആ ചിത്രം റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഗവർണർ അത് തൻ്റെ മാത്രം ആയിട്ടല്ല പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു സന്ദേശം ആ ചിത്രം യഥാർത്ഥത്തിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ എന്താണ് പറയാ, തീവ്രവാദം പ്രചരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സെപ്പറേറ്റിസം പ്രചരിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു ചിത്രമായിട്ട് അതിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് RSSന്റെ ചിത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് താങ്കൾക്ക് തീവ്രവാദം പ്രചരിപ്പിക്കാത്ത ചിത്രങ്ങളെല്ലാം അവിടെ വെക്കാമെങ്കിൽ അവിടെ ടിപ്പു സുൽത്താന്റെ ചിത്രം വെച്ചുകൂടെ? അവിടെ നാളെ വേറെ കാൾമാർക്സിന്റെ ചിത്രം വെച്ചുകൂടെ? അവിടെ വേറെ എന്തോരം ഐഡിയോളജികളുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം വെച്ചുകൂടെ? അതൊക്കെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ലേ? ഈ ഗാന്ധിജിയുടെ ചിത്രം വെച്ചുകൂടെ? എന്തൊക്കെ ചിത്രങ്ങൾ വെക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ഏത് ചിത്രം വെച്ചിട്ടും അത് തീവ്രവാദം പ്രചരിപ്പിക്കുന്നതാണോ അല്ലേ എന്ന് പറയുന്നത്. എങ്കിൽ കാഡ്ബറീസ് മിഠായിയുടെ ചിത്രവും വെക്കാം. അങ്ങനെയാണെങ്കിൽ അതാണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ അത് എന്താണ്, ഈ വിളക്ക് കത്തിക്കൽ ഒരു മതത്തിന്റെ എന്താണ് അപ്രമാദിത്യത്തെ കാണിക്കുന്ന ഒരു സംഗതിയല്ലേ, അത് എടുത്തു കളയേണ്ടതെന്നും വേണമെന്ന് പറയാം. അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ വിളക്ക് കത്തിക്കൽ എന്ന് പറയുന്നത് ഇവരുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ടൂളല്ല. പക്ഷെ ഭാരതാംബ എന്ന് പറയുന്നത് ഇവരുടെ രാഷ്ട്രീയ പദ്ധതിയുടെ ടൂളാണ്. ഇവരുടെ ഐഡിയോളജി സുപ്രീം കോടതിയുടെ ലോഗോയിൽ പോലും സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് വരുന്നത് ആ ആശയം യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് ഇന്ത്യയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പല പുരാണങ്ങളിൽ നിന്നും ആശ്രയിച്ചിട്ടാണ് അത്തരം ചിന്താധാരകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ ഒരു മതത്തിന്റെ ഒരു സംഗതിയാണ് അല്ലോ, യഥോ ധർമ്മസ്ഥ ജയ എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിപ്പോ മാറിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, താങ്കൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ സെപ്പറേറ്റ്ലി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. താങ്കൾ ഈ പരിപാടി ലൈവായിട്ട് ഫേസ്ബുക്കിൽ വിടാമെങ്കിൽ. അതൊന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കേന്ദ്രീയ വിദ്യാലയത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ കാര്യമാണ്. രണ്ടാമത്തത് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സത്യമേവ ജയതേ. താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയൊക്കെ അവിടെ കിട്ടെ, സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചേക്കുന്നത് അത് ഭാരതീയ സംസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് രണ്ടും മതത്തിന്റെ കാര്യങ്ങളാണെന്ന് കൂടി താങ്കൾ പറഞ്ഞു. അതിലൊക്കെ താങ്കൾ പറഞ്ഞു അതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ വേറൊരു സെപ്പറേറ്റ് വിഷയമാണ്. നമ്മുടെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഒരു സംഘടന. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറയുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത് താങ്കൾക്ക് പ്രശ്നമല്ല എങ്കിൽ പക്ഷേ ഭാരതാംബ പ്രശ്നമാണ്. അതെങ്ങനെയാണ് അത് ശരിയാവുന്നത്? സത്യമേവ ജയതേന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? അത് ലോകത്തുള്ള ആർക്കും പ്രശ്നമാവില്ല സുഹൃത്ത്. അതിന്റെ അർത്ഥം എന്താണ്? തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതെങ്ങനെയാണ് പ്രശ്നമാക്കാൻ കഴിയുക? 1+1 2 ആണെന്ന് പറയുമ്പോൾ പ്രശ്നമാക്കാൻ പറ്റും. ഇത് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് ഇന്ത്യ പോലും അല്ല വരച്ചു വെച്ചേക്കണേ. ഇതെന്താണ് നിങ്ങൾ വരച്ചു വെച്ചേക്കണത്? ഇതിൽ കാശ്മീർ എവിടെ സുഹൃത്തെ? ആ പടത്തില് നിങ്ങൾ എന്താണ് ഈ വരച്ചു വെച്ചേക്കണത്? ഇന്ത്യ എന്താ വേറെ അതിർത്തികൾ ആക്രമിച്ച് കയ്യേറി ഇന്ത്യയോടൊപ്പം കൂട്ടോ? ഇന്ത്യക്ക് അങ്ങനെ ഒരു ശീലമില്ല സുഹൃത്തുക്കളെ. അത് താങ്കൾ മനസ്സിലാക്കി. എന്ത് വിവരക്കേടാണ് താങ്കൾ ഈ പറയണേ? ഈ പടം എന്താണെന്നാണ് താങ്കൾ ഈ പറയണേ? അതൊരു അഖണ്ഡ ഭാരതം എവിടെയാണ് സുഹൃത്തെ ഉള്ളത്? ഇന്ത്യക്ക് ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടം ഇതിനകത്തില്ല. ഇന്ത്യ കാശ്മീരികൾ ആക്രമിക്കുന്ന അപ്പുറത്തുള്ള പാകിസ്ഥാന്റെ കാശ്മീരി ഇതിനകത്ത് കൂട്ടിയേക്കാണ്. ഇതെന്താണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ശരിക്കും സത്യത്തിൽ ശിവൻകുട്ടി അവിടെ നിന്ന് കുട്ടികളെ കുട്ടികളെ പഠിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ 1947 ശേഷം മാത്രമായിരുന്നില്ല ഇന്ത്യ, അതിനു മുമ്പ് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ മെസ്സേജ്. അതായിരിക്കാം. എനിക്കറിയില്ല. 1947 ഇത് ഗവർണർ ഇത് വ്യാഖ്യാനിക്കാം. 1947 മുമ്പ് ഇന്ത്യ ഉണ്ട്. അതിനു മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ ഉണ്ട്.
1947 മുമ്പ് ഇന്ത്യ ഇല്ലേ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയില്ലേ? ഭരണഘടനയ്ക്ക് എന്താണ് മുമ്പ്? അല്ല, അപ്പൊ അതിനു മുമ്പ് ഒരു വിശാല ഇന്ത്യ ഉണ്ട്. ബംഗ്ലാദേശും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ഉണ്ട്. ആ ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ ഈ മാപ്പിലൂടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഗൗതം പറയണ 1940 ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ ചോദ്യം കുറച്ചുകൂടി ലളിതമാക്കാം ഞാൻ. അപ്പൊ 1947 മുമ്പുള്ള ഇന്ത്യയെ നമ്മൾ സ്നേഹിക്കണം എന്നാണ്. അതാണോ താങ്കൾ പറഞ്ഞു തന്നെ? അല്ല, അതാണോ പറഞ്ഞു? ഉത്തരം പറ. അതിന് മുമ്പ് കട്ടൊന്നും പറയരുത്, ഉത്തരം പറ. ഉത്തരം പറ. 1900 അല്ല, നിങ്ങളുടെ ഉദ്ദേശം ഇപ്പൊ അതായത് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഉണ്ടാക്കിയതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു തെറ്റായ നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവ് ആ ചിത്രം യഥാർത്ഥത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അംഗീകരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഈ രാജ്യം താങ്കളിപ്പോ എന്താണ് ഈ അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ട് ഈ അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്ത ഒരാളാണ് ഈ ഫോർമർ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള മാർക്കണ്ഡേയ ഗഡ്ജു അടക്കം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ നിൽക്കുന്ന ഡിസ്പ്യൂട്ടുകൾ അടക്കം പരിഹരിക്കൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ അഖണ്ഡഭാരതത്തിലെ ഒരു ഘട്ടത്തിൽ അംഗീകരിച്ച ആളാണ് മഹാത്മാഗാന്ധി അടക്കം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാർക്കണ്ഡേയ ഗഡ്ജു ആണ് നമ്മുടെ തലവട്ടപ്പൻ. പുള്ളി പറഞ്ഞ അതിന് അപ്പീലില്ല അല്ലേ? ആണോ? അതെല്ലാം താങ്കൾക്ക് അറിയാലോ. അല്ലെങ്കിൽ ഞാൻ എന്റെ ഉത്തരം താങ്കൾക്ക് അറിയാം. കുട്ടികളെ എന്താ പഠിപ്പിക്കാന്നുള്ളത് കുട്ടികളെ ചരിത്രം പഠിപ്പിക്കുകയാണ്. ഓക്കെ, കുട്ടികളോട് പറയുന്നത് കുട്ടികളെ ബ്രിട്ടീഷേഴ്സ് മാത്രം ഉണ്ടാക്കിയതല്ല ഇന്ത്യ. 1947 മുമ്പും വലിയൊരു ഇന്ത്യ ഉണ്ടായി, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഒരു പക്ഷേ ആ ചിത്രം പഠിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. അതിൽ തെറ്റും പറയാൻ പറ്റില്ല. സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചോദ്യം ഈ അഖണ്ഡ ഭാരതം പഠിപ്പിക്കാനാണ് അപ്പൊ ഗവർണർ അത്തരത്തിലുള്ളൊരു ചിത്രം അവിടെ ഞാൻ പറഞ്ഞില്ല എന്നാണ് താങ്കൾ ഞാൻ പറഞ്ഞില്ല. ഇത് എന്റെ വ്യാഖ്യാനമാണ്. ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. പിന്നെ താങ്കൾ പറഞ്ഞ അടുത്ത കാര്യം 1947 മുമ്പ് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പോൾ 1947 മുമ്പുള്ള ഇന്ത്യ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? 1947 മുമ്പുള്ള ഇന്ത്യ നമുക്ക് തിരിച്ചു പിടിച്ച് ആ മറ്റു ഭാഗങ്ങളൊക്കെ, അതായത് വിട്ടുപോയ പാകിസ്ഥാനൊക്കെ നമ്മൾ ഇന്ത്യയോട് ചേർക്കണം. അതിന് ആഗ്രഹിക്കുന്ന നിലവരെ ആൾക്കാരുണ്ട്. താങ്കളിപ്പം കുറ്റപ്പെടുത്തി RSS ഒക്കെ അതിന് ആഗ്രഹിക്കുന്നവരാണ്. സത്യമാണ്. അല്ല, ആയിക്കോട്ടെ, അവർക്ക് എന്തുവേണമെങ്കിലും അവരാഗ്രഹിച്ചോട്ടെ, അതിന് തെറ്റില്ല. വേണമെങ്കിൽ താങ്കൾക്ക് എന്ത് ചെയ്യാം, ഓസ്ട്രേലിയയും കാനഡയും കൂടി നമുക്ക് പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കാം, അതിന് തെറ്റില്ല. കാരണം അവർ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് എന്ത് വേണമെങ്കിലും ആലോചിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേ ചുരുട്ടി വലിക്കുമ്പോഴോ അടയുണ്ടാക്കി കഴിക്കുമ്പോഴോ ആലോചിക്കാം. എൻ്റെ അല്ല, താങ്കൾ ഇടക്കയറരുതിന്. എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ. ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഗവൺമെൻറ് അങ്ങനെ പഠിപ്പിക്കണം എന്നാണെങ്കിൽ അത് സ്കൂളിൽ നിന്ന് പാഠപുസ്തകമായി അച്ചടിക്കണം. കാരണം ഗവൺമെൻറ് ഭരിക്കുന്നത് BJP ആണ്. അല്ലാതെ ഗവർണർ ഈ പറയുന്ന ലോകത്തെങ്ങും ഇല്ലാത്ത അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു ചിത്രം വെച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. മനസ്സിലായ? അതിനു വേണ്ടി ഗവർണറൊന്നും മുതിരേണ്ടതില്ല. അതൊരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുവദിച്ചു. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിലോ ഇന്ത്യൻ ഭൂപടം വിദ്യാഭ്യാസ മന്ത്രി ഇതേവരെ കാണാത്തൊരു ഭൂപടത്തിൻ്റെയൊക്കെ കാര്യം വെച്ചുകൊണ്ട് കുട്ടികളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കില്ല. അതുകൊണ്ട് V. ശിവൻകുട്ടി പല അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത ഏറ്റവും മികച്ച പരിപാടിയാണിത്. അത് തർക്കമില്ല. അത് നിലമ്പൂർ കണ്ടുകൊണ്ടും കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അല്ല, നിലമ്പൂർ കണ്ടുകൊണ്ടായിരിക്കും ഗവർണർ ചെയ്ത്. കാരണം അവിടെ എന്തായാലും BJP-ക്കാർ വോട്ട് കിട്ടില്ല. അപ്പൊ ഗവർണർ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പ്രശ്നമെങ്കിലും ഉണ്ടായി വോട്ട് കിട്ടിട്ടായിരിക്കും. കാരണം അവിടെ BJP പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ല. നമ്മളിവിടെ പക്ഷം ചേർന്നല്ല സംസാരിക്കുന്നത്. ഞാൻ പക്ഷം ചേർന്നാണ്. ഞാൻ ശരി പക്ഷവും താങ്കൾ തെറ്റിന്റെ പക്ഷമാണ്. അത് താങ്കൾ താങ്കൾ ഇവിടെ ഒരു കാര്യം കൂടി പറയണം. ഇത് ചിത്രം വെച്ചത് ഒരു രാഷ്ട്രീയമാണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ആണെന്നൊക്കെ താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനെ എതിർക്കുക എന്നുള്ളതും മറ്റൊരു രാഷ്ട്രീയമാണ്. അത് കൃത്യമായിട്ട് CPM അവരുടെ രാഷ്ട്രീയം തന്നെയാണ് കളിക്കുന്നത്. അതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ലാഭമാണ്. ഒരു പക്ഷേ ഇത് മിണ്ടാതെ ഇവർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ CPM ഇവിടെ ചെയ്യുന്നത് കോൺഗ്രസിനെ മാറ്റി ഞങ്ങളും RSSും ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എന്ന് പറയുന്ന ഒരു പ്രൊമോഷനാണ് യഥാർത്ഥത്തിൽ ശിവൻകുട്ടി നൽകുന്നത്. താങ്കൾ പറഞ്ഞതിനൊരു വലിയ കുഴപ്പമുണ്ട്. നേരത്തെ ഞാൻ കൃത്യമായി വിശദീകരിച്ചു ഗവർണർമാർ എങ്ങനെയാണ് സംസ്ഥാനങ്ങളോട് പോരടിക്കാൻ ഗവർണർമാരെ ഒരു പൊളിറ്റിക്കൽ ടൂളായി BJP ഗവൺമെൻറ് ഉപയോഗിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത സ്റ്റേജാണിത്. അതായത് ആദ്യത്തെ സ്റ്റേജിൽ അവിടുത്തെ മറ്റേ ഗവൺമെൻറ്റുകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക,
അവരുടെ വിശ്വാസം തകർക്കുക എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സ്റ്റേജിലേക്കാണ്. ഇനി ഇത് താങ്കളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. താങ്കൾ വളരെ ലോലമനസ്കനും നിഷ്കളങ്കനും രാവിലെ ശാഖയിൽ പോകുന്നതുകൊണ്ടാണ് താങ്കൾക്ക് മനസ്സിലാകാത്തത്. അതിന് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. തെറ്റല്ലല്ലോ, ഇത് ശരിയല്ലേ? താങ്കൾ അതിൽ താങ്കൾ ശാഖയിൽ പോകുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനാവശ്യമാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ശാഖയിൽ പോവാത്ത ഒരാളാണ്. താങ്കൾ എന്നെ RSS ആയിട്ടും സംഘിയായിട്ടൊക്കെ കുറച്ച് ദിവസമായിട്ട് പല രീതിയിൽ വീഡിയോകളിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഈ ചിത്രത്തെ ബഹുമാനിക്കുന്നു. ഞാൻ RSS കാരനല്ല, പക്ഷേ ഞാൻ ഈ ചിത്രത്തെ ബഹുമാനിക്കുന്നു. അത് എനിക്ക് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള കാരണം എന്താണ്, അത് ചിത്രത്തിന് അംഗീകരിക്കാൻ ഒരു കാരണമുണ്ട്. ഈ ചിത്രം എന്ന് പറയുന്നത് ഞാൻ അതിനെ ഒരു വലിയ ബ്രോഡർ സെൻസിലാണ് ആ ചിത്രത്തെ കാണുന്നത്. അതെല്ലാവരും ഉൾക്കൊള്ളുന്ന സങ്കുചിത ചിന്തകളില്ലാത്ത സെപ്പറേറ്റിസം പ്രചരിപ്പിക്കാത്ത ഒരു അടിപൊളി ചിത്രമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതില് സ്ത്രീ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. ആ സ്ത്രീ എന്ന് പറയുന്നതിനെ ഒരു മണ്ണായിട്ടാണ് അതുകൊണ്ടൊക്കെ ആ ചിത്രത്തിന് അതിന്റെ ഒരു മനോഹാരിത ഉണ്ട്. മനോഹാരിത താങ്കൾക്ക് ഉണ്ടാവും, അതിന് കുഴപ്പമില്ല. പല ചിത്രങ്ങളും താങ്കൾ അത്തരത്തിൽ മനോഹാരിത കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിപ്പോൾ ഏത് ചിത്രങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഒന്ന്. രണ്ടാമത്, താങ്കൾ എന്നോട് ഇന്നലെ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ വളരെ കൃത്യമായി റെഡി ചെയ്ത ഒരാളാണ്. താങ്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ താങ്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താങ്കൾ ശാഖയിൽ പോയാലല്ലാതെ ഈ ചിത്രം കാണാൻ ഒരു വഴിയുമില്ല, പ്രത്യേകിച്ച് കണ്ണൂർ. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ ശാഖയിൽ പോയിട്ടുണ്ടാവും എന്നുള്ള അസംശയം പറഞ്ഞത്. ഇനി അത് താങ്കൾക്ക് വലിയ കുറച്ചിലായി തോന്നുന്നുവെങ്കിൽ താങ്കൾ അത് എന്ത് ചെയ്തു, ഞാനത് പിൻവലിക്കുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് നേരെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് നിഷ്കളങ്കമായൊരു ചോദ്യമാണ്. ശിവൻകുട്ടി ചെല്ലുന്നു, ഇതങ്ങോട്ട് പോട്ടേന്ന് വെച്ച് തിരിച്ചു പോരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഗവർണർ ഓഫീസ് എന്ന് പറയുന്നത് RSSന്റെ ശാഖയായി മാറും. ഇപ്പം തന്നെ പാർലമെന്റിലേക്ക് ഒരു ചെങ്കോൽ കൊണ്ടുവച്ചു. ഇത്തരത്തിലുള്ള പല പുതിയ പ്രതീകാത്മക കാര്യങ്ങളോടെ പൂജ ചെയ്തു. ഇത്തരത്തിൽ അയോധ്യയിൽ നരേന്ദ്രമോദി തന്നെ പൂജ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഒരു രാജ്യത്തിലേക്ക് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ്. ആദ്യം ഹിന്ദുത്വവും പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റും. ആ ഡെവലപ്മെൻറ്റും എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് കോമ്പിനേഷനാണ് ഇവർ ശ്രമിച്ചതെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് കോർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലേക്കാണ് അവർ ഇപ്പോൾ കിടന്നേക്കുന്നത്. അത് ദേശീയതയാണ്. ആ ദേശീയത പ്രചരിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. എനിക്കൊരു സംശയമില്ല. പിന്നെ താങ്കൾ ഇതിനൊരു ചിത്രം മാത്രമായി അങ്ങനെ പറയരുത്. അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഗൗതം മാത്രമായിട്ട് സംസാരിക്കരുത്. അത് എന്നോട് ആവൃത്തിയുടെ എന്നോട് കിടക്കരുത്, നടക്കൂല. അത് ഗൗതമല്ല, ഇനി ആരിറങ്ങി വന്നാലും നടക്കൂല. അല്ലാതെ നടക്കൂല. ഞാൻ പറഞ്ഞു തീർന്നിട്ടേ ഇനി പറ്റൂ. എനിക്ക് 2 മിനിറ്റ് എടുത്ത് പറഞ്ഞു തീർത്തിട്ടേ എനിക്ക് പറ്റൂ. അത് ഒറ്റ കാര്യമുള്ളൂ. ഇത് പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പല സിംബൽസും പുതിയതായി ഇതേവരെ ഈ ഇന്ത്യയിൽ ആരും തന്നെ ഒരു ഗവർണർ ഓഫീസിലും ഇല്ലാതിരുന്ന ഇത്തരത്തിലുള്ള സിംബലുകൾ വെക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഗവർണർ ഓഫീസ് ഒരിക്കലും ദുരുപയോഗം ചെയ്യാത്ത പോലെ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു RSS ഐഡിയോളജിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് സംസാരിക്കുകയും മുൻ പ്രധാനമന്ത്രിമാരെ അടക്കം ഈ പറയുന്ന പോലെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത് സാധാരണ ഒരു ഗവർണർ ഓഫീസ് വളരെ നിഷ്പക്ഷമായി നിഷ്പക്ഷമായി കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഗവർണറും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2014 ശേഷം എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഗതികെട്ട്, അതായത് വേറെ ഒരു നിയമം കൃത്യമായി പാസ്സാക്കിയത് 1 മാസവും 3 മാസവും ബില്ല് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. രാഷ്ട്രപതിക്ക് പോലും അത് ബാധകമാക്കിയത്. യഥാർത്ഥത്തിൽ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മര്യാദയും ഔചിത്യവും അനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ഒരൊറ്റ കാര്യം, ഇനി താങ്കൾ ചോദിച്ച പോലെ മറ്റേ ഇതങ്ങാട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇനി ഒരു കാര്യം താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ. രണ്ടാമത്, ഇന്നലെ താങ്കൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഈ ചിത്രത്തിനകത്ത് അയ്യങ്കാളിയും ബാക്കിയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തെ, 90 പേര് അണ്ടർ സെക്രട്ടറിമാർ കേന്ദ്ര ഗവൺമെൻറ്റിലുള്ളതിൽ 3 പേരെ പിന്നോക്കക്കാരുള്ളൂ. ഇത് മാറ്റാൻ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങൾ ഈ ഗിമ്മിക്കും ഈ പറയുന്ന പോലെ തട്ടിപ്പും തരികിടയും കാണിച്ചുകൊണ്ടൊന്നും ഇവിടെ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന അഭ്യാസം ഉറക്കാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഒരു ചിത്രമല്ല, അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അല്ലാതെ പണി നടക്കൂല. മനസ്സിലായല്ല? താങ്കളിപ്പോൾ ഇതിൽ പറഞ്ഞു ഇത് ദേശീയത എന്തോ പ്രചരിപ്പിക്കുന്ന ചിത്രമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കൂടി ക്യാൻസൽ ചെയ്ത് കളയണം. അതെല്ലാം ദേശീയത പ്രചരിപ്പിക്കുന്ന നാഷണലിസം പ്രചരിപ്പിക്കുന്ന എല്ലാ സാധനത്തെയും ക്യാൻസൽ ചെയ്ത് കളയണം. അതാണ് യഥാർത്ഥത്തിൽ ദേശീയത പ്രശ്നം. ദേശീയത പ്രശ്നമാണ്. ചോദ്യമാണെങ്കിൽ ഉത്തരവുണ്ട്. ദേശീയത പ്രശ്നം. അതാണ് ചോദ്യം. ദേശീയത പ്രശ്നമല്ല. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നിലവിളക്കും പ്രശ്നമല്ല. ഇവിടെ ബൈബിളും പ്രശ്നമല്ല.
ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇത് പ്രശ്നമാകുന്നത് എപ്പോഴാണ്? പ്രശ്നം എന്ന് പറയുന്നത് അല്ല, പറഞ്ഞുതരാം. മതവും പ്രശ്നമല്ല, പക്ഷെ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ അത് പ്രശ്നമാണ്. അൾട്രാ ദേശീയത, അതായത് അതിനർത്ഥം ഇത് അല്ല അത് പറഞ്ഞില്ല, അപ്പൊ മുഴുവൻ പൂർത്തിയാക്കിയില്ലെന്നേ, ചാടരുത്, പൂർത്തിയാക്കിയില്ല. ഒരു ഈ പറയുന്ന പോലെ എക്സ്ട്രീം ദേശീയത, അതായത് ഒരു തീവ്ര ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു നാഷണലിസം, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ മുഴുവൻ ഇതുപോലെ ഞങ്ങളുടെ രക്തം ശുദ്ധരക്തമാണെന്നും മറ്റുള്ളവർ ശുദ്ധരല്ലാത്തതാണെന്നും അവരിവിടെ താമസിക്കുന്നതാണ് കുഴപ്പമെന്നൊക്കെയുള്ള പല പദ്ധതികളും ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇന്നും ഇപ്പോൾ അമേരിക്ക പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പോലും വൈറ്റ്സും ബ്ലാക്കും എന്ന് പറയുന്ന ശീലങ്ങളുള്ളതുകൊണ്ടാണ് വിവേചനത്തിൻ്റെ ഒരു കാര്യമാണ്. അതിനുള്ള രാഷ്ട്രീയ ടൂളായി നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രശ്നം. അല്ലാതെ നിലവിളക്ക് കൊളുത്തുന്നതോ നാളെ വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നതോ ഒന്നും ഒരു പ്രശ്നം അല്ല. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം, താങ്കൾ ചോദിക്കാത്തൊരു ചോദ്യത്തിന് ഉത്തരം പറയാം. താങ്കൾ ചോദിക്കാത്ത ചോദ്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. താങ്കളിപ്പോൾ പറഞ്ഞതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബഹുമാനപൂർവ്വം ഞാനൊന്ന് പറയുന്നൊന്ന് കേൾക്കുക. അതായത് താങ്കൾ അപ്പം പറഞ്ഞു വരുന്നത് ഇതൊരു മതത്തിന്റെ സിമ്പലാണ് എന്നാണ്. അതല്ലേ ഇപ്പം പറഞ്ഞേ, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും ഈ പറയുന്ന പോലെ എക്സ്ട്രീം ദേശീയതം, തീവ്ര ദേശീയത ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു ടൂളായി ഇതിന് ഉപകരിക്കുന്നു. ഞാൻ നേരെ തിരിച്ചൊരു കാര്യം പറയാം. താങ്കൾ ഇതിനെ എങ്ങനെയാണ് തീവ്ര ദേശീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്? ഞാൻ നേരെ തിരിച്ചൊരു കാര്യം ആ ചോദ്യത്തിന് മറു ചോദ്യമാണ് ഉത്തരം. പറഞ്ഞുതരാം. തിരിച്ചൊരു കാര്യം ചോദിക്കാം. എന്തിനാണ് ഈ കഴിഞ്ഞ 75 കൊല്ലങ്ങളിൽ ഇന്ത്യയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗവർണർ വന്ന് ഇപ്പോൾ ഈ ചിത്രം വെക്കണമെന്ന് ഇത്രയേറെ വാശി പിടിക്കുന്നത് എന്തിനാണ്? ഞാൻ താങ്കളോട് ചോദിക്കുന്നു. ഗൗതം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗവർണറിന്റെ ഒരു പരിപാടിയിൽ ഒരു ചിത്രം ഇത്തരത്തിൽ വെക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്നാൽ അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. നിലവിൽ ഉള്ള ഒരു അപ്ഡേഷൻ വെച്ചിട്ട് അത് തെറ്റില്ല എന്നാണ്. നിയമപരമായ തെറ്റല്ല സുഹൃത്ത്, ഇത് നിയമപരമായ തെറ്റല്ല. അത് മനസ്സിലായി, നിയമപരമായ തെറ്റല്ല. അത് തെറ്റുകൾ പലതരത്തിലുണ്ട്. നിങ്ങളിതൊരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും ശിവൻകുട്ടിക്കുണ്ട്. അത്ര ഉള്ളതിന്റെ കാര്യം. ഞാൻ തിരിച്ചൊരു കാര്യം എന്താണ് ഈ പടം, എന്താണ് ഈ ഫോട്ടോ, എന്താണ് ഈ ഫോട്ടോ? അല്ല, ഒരു മിനിറ്റ്, താങ്കൾ പറഞ്ഞത് അങ്ങനെ ആകാമെന്നാണ്. അല്ല, അഖണ്ഡ ഭാരതം ഉണ്ടതിൽ. അത് ആ മാപ്പ് എന്ന് പറയുന്നത്, ആ മാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ മാപ്പാണ്. അമേരിക്കയും കൂടി വരച്ചു ചേർക്കാൻ വലിയൊരു മാപ്പാണത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിൽ 2023 മാപ്പ് വരച്ചപ്പം വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അതിൽ മൗര്യൻ എംപയറിന്റെ മാപ്പായിരുന്നു അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 5 കോടി സ്ക്വയർ കിലോമീറ്റർ വരുന്ന മൗര്യൻ എംപയറിന്റെ വലിയ മാപ്പ്, വലിയ കോൺട്രവേഴ്സി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, വലിയ ടോപ്പിക്കാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ സ്ഥലം നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിക്കും, എന്നിട്ട് ഭാരതത്തോട് ചേർക്കും, എന്നാൽ അത് പൂർണ്ണമായിട്ടുള്ള ഭാരതമാകുമെന്നാണോ? അങ്ങനെയാണോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ടെൽ മീ, എന്താണ്? ഞാനൊരു 1.5 മണിക്കൂർ ഇവിടെ ഒരു ചരിത്രമാണ്. 947 ശേഷം ഉള്ളത് മാത്രമല്ല, അതിന് മുമ്പും ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് ആ ചിത്രം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അതിന് മുമ്പ് ഒരു ഇന്ത്യ, അതിനു മുമ്പ് ഒരു ലോകം ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു. അല്ല, അതാണ് ആ ചിത്രം. ലോകം അല്ലെങ്കിലും ഉണ്ടല്ലോ ഇന്ത്യ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ല. അതങ്ങനെ പറയരുത്. ഒരു മിനിറ്റ്. അപ്പൊ താങ്കൾ പറയുന്നത് ഇപ്പൊ ഈ അഖണ്ഡ ഭാരതത്തിൽ വേറെന്തൊക്കെ ഒരു പാകിസ്ഥാൻ നമ്മുടെ ഭാഗവും? അഖണ്ഡ ഭാരതത്തിൽ ശരിക്കും പാകിസ്ഥാനോട് നമുക്ക് യുദ്ധം അങ്ങനെയാണെങ്കിൽ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്ന് പാടുന്നുണ്ടല്ലോ. അതിൽ സിന്ധ് ഉണ്ടല്ലോ. അത് പാട്ടിലല്ലേ? ദേശീയ ഗാനമാണല്ലോ, അതിലുണ്ടല്ലോ. അതിലുണ്ടല്ലോ ദേശീയ സിന്ധ് ഉണ്ട്. അതേന്നേ, അത് ഇപ്പൊ ഇതൊക്കെ എന്നെ പഠിപ്പിക്കണ്ട. ഇതിപ്പോ ഇതിപ്പോ താങ്കള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താണ്, മറ്റേ ശ്രീജിത്ത് പണിക്കറുടെ എന്താണ് മറ്റേ വീഡിയോ ഒക്കെ കേട്ടിട്ട് വന്നേക്കാണ്. പല ആൾക്കാരുടെ എന്താണ് ശിവൻകുട്ടിയുടെയും അതോടൊപ്പം തന്നെ പി രാജീവിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാത്തിന്റെയും ആളുകളിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. നല്ല ഇൻഫർമേഷൻ, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ആണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. എന്തിനാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തിന് വ്യവസ്ഥാപിതമായ പാർലമെന്റ് അംഗീകരിച്ച് ഇന്ത്യൻ ഭരണകൂടം അംഗീകരിച്ച കൃത്യമായിട്ടുള്ളൊരു ഭൂപടമുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഭൂപടം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നത്?
നമ്മൾ എന്താ അവരെല്ലാം വെട്ടിപ്പിടിക്കാൻ പോവാണോ? പറഞ്ഞാൽ മതി. നാളെ നിങ്ങൾ യുദ്ധം ചെയ്ത് ഇതെല്ലാം കൂടെ ആക്കിയിട്ട് എന്ത് ചെയ്യൂ? പിന്നെ ഇനി ഓക്കെ 1947 ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ HRD മിനിസ്റ്റർ എന്ന് പറയുന്ന ആ മിനിസ്റ്ററുടെ കീഴിലിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ ഇത് ഉൾപ്പെടുത്തുന്നില്ല. പകരം ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി ഗവർണറുടെ ഓഫീസിൽ ഇത് വെക്കുന്നു എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിനൊറ്റ ലോജിക്കേ ഉള്ളൂ ഗൗതം. ഇത് ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന പോലെ ഞങ്ങൾ മറ്റേ ദേശസ്നേഹികൾ നിങ്ങൾ ഇത് ബൈനറി ചിന്തയിലൂടെ ചിന്തിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ബൈനറി ചിന്തയൊക്കെ വിട്ടിട്ട് ഒരു വലിയ വിശാലമായ ചിന്തകൾ രൂപപ്പെട്ടെന്ന് ആ ചിത്രം യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കും. ഈ സാധനം ഈ 10 സെക്കൻഡുള്ള താങ്കളുടെ ഇപ്പോഴത്തെ കമന്റ് കട്ട് ചെയ്തെടുത്തിട്ട് താങ്കൾ വിശ്വനാഥ ആർലേക്കർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ പുള്ളി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഈ പ്രശ്നമെല്ലാം തീരും. മനസ്സിലായി? ഇതിനു മുമ്പ് കൂടെ പല ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാനും ഇരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. ഏതാണ് ഈ ഭാരതാംബ? ഇത് നിങ്ങളാണല്ലോ ഇവിടെ കൈയടിക്കുന്നത്. അവിടെ ഒരു ചിത്രമുണ്ട്, നിങ്ങളാണ് കൊണ്ടുപോയിട്ട് ഗൗതം 10ാം ക്ലാസ്സിൽ ഇത് എവിടെയാണ് ഗൗതം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് എവിടെയാണ് കണ്ടത്? തൊട്ടടുത്തുള്ള RSS ഇത് വിവാദാക്കിയതാണ്. ഇത് ഗൗതം 10ാം ക്ലാസ് അല്ല, ഇത് വിവാദാക്കി. ഞാൻ പറയണത് ഇത് വിവാദാക്കിയിട്ട് കേരളത്തിലെ RSSനും അതോടൊപ്പം ആർക്കും അറിയാത്ത ഒരു ചിത്രം ഇപ്പൊ സകല ആൾക്കാർക്കും മനസ്സിലായി. ഇത് ഈ ചിത്രം ആരുടെയൊക്കെയാണ്? RSSന്റെ ചിത്രമാണോ? RSSനുള്ള പേര് മനസ്സിലാക്കിക്കോട്ടെ. ഇത് ആരാണ് യഥാർത്ഥത്തിൽ പ്രൊമോഷൻ? ഇന്ത്യയെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്നൊക്കെ പറയുന്നുള്ള പ്രൊമോഷനാണ് ഇപ്പം പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നിപ്പിക്കുന്ന ആ മാപ്പ്. താങ്കളല്ലേ പറഞ്ഞത് അഖണ്ഡ ഭാരതത്തിന്റെ? പാകിസ്ഥാനെ ഒന്നിപ്പിക്കുക അല്ല, അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പാണ് 1949. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല മാപ്പ്. അല്ല, എനിക്കറിയില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഇതുവരെ ആ മാപ്പ് കണ്ടിട്ടില്ലെന്നാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ് താങ്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെന്ന്. അത് കാണണമെങ്കിൽ താങ്കൾ ഒറ്റ സ്ഥലത്തേ അത് കാണാൻ വഴിയുള്ളൂ, അത് RSSന്റെ ശാഖയിലാണ്. പക്ഷെ താങ്കൾ പറയുന്നത് ശാഖയിൽ പോയിട്ടില്ലെന്നാണ്. ഇനി ദൂരെ എവിടെയെങ്കിലും നിന്ന് ബൈനോക്കുലറിൽ നോക്കിയൊന്നും എനിക്കറിയില്ല, അത് പോട്ടെ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഇതിൽ അനാവശ്യമാണ് ഈ വിവാദം. അനാവശ്യമാണ്. കേവലം രാഷ്ട്രീയ താങ്കൾ പറയുന്ന സങ്കുചിത രാഷ്ട്രീയ കണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു വിവാദം മാത്രമാണിത്. മറ്റത് ആ മാപ്പിലുള്ള സ്ത്രീക്ക് ഈ ഒരു പ്രശ്നമില്ല, ഈ സങ്കുചിത കണ്ണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്ക്? ആ മാപ്പിൽ വരച്ചു വെച്ചിരിക്കുന്ന ഭാരതാംബ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ബംഗാളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ചിത്രം. പക്ഷെ കാവ്യുണ്ട് സാർ. ആ ചിത്രം 4 കൈയുണ്ട്, പല സാധനങ്ങളുണ്ട്. ഭഗവത്ഗീതത്തിന്റെ താങ്കളുടെ പ്രശ്നം എന്താ? ഭഗവത്ഗീത എനിക്ക് പ്രശ്നമില്ല, അത് ഭഗവത്ഗീത എന്ന് താങ്കളല്ലേ? എനിക്ക് പ്രശ്നമില്ല. എന്റെ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ, എന്റെ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ, എന്റെ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ. താങ്കളോട് ആരാ? എന്റെ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ. RSS ഉപയോഗിക്കുന്ന എന്നോട് താങ്കൾ പറഞ്ഞു ശാഖയിൽ പോകുന്നില്ല. മനസ്സിലായി? കഴിഞ്ഞ ചർച്ചയിൽ താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. അത് കാവി നിറമാണ്. ആ കാവി നിറം താങ്കൾക്ക് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ബംഗാളിൽ നിന്ന് എനിക്ക് അറിയാതെ എന്നെ പഠിപ്പിക്കണ്ട. കാവി നിറം അതിൽ കാവ്യാണ്. എന്നെ പഠിപ്പിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് വീണ്ടും പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പി പ്രസാദിന്റെ പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്താണ്. ഇതെങ്ങനെ വന്നു എന്നുള്ളതെല്ലാം ചർച്ച ചെയ്താണ്. അത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഗൗതം പറഞ്ഞ കാര്യം കറക്റ്റാണ്. സങ്കുചിതമായ രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്നാണ് ഈ പറയുന്ന തരികിടകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് താങ്കൾ കട്ട് ചെയ്ത് മറ്റേ വിശ്വനാഥ് ആർലേക്കർക്ക് അയച്ചു കൊടുത്താൽ ഈ പ്രശ്നം തീർന്നു. ശിവൻകുട്ടിക്ക് അയച്ചു കൊടുക്കുന്നതല്ല, കാരണം ശിവൻകുട്ടി ഇനി നാളെ സ്ത്രീ ആരാണെന്ന് എനിക്കറിയാം, സത്യത്തിൽ അറിയാൻ പാടില്ല, എനിക്കും അറിയില്ല. അതിനുശേഷം CPI ഭാരത് മാതാ കി ജയ് എന്നൊക്കെ CPI അതിനു മുമ്പാണ്. അല്ല, അതന്നെ അതിനു മുമ്പ് തന്നെ അതിനുശേഷമല്ല ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞു. ഭാരത് മാതാ കി ജയ് എന്നൊക്കെ ഈ സ്ത്രീയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ദേശീയ പതാക ഉൾപ്പെടുന്ന ഒരു ചിത്രം പല സ്ഥലങ്ങളിലും പിന്നീട് CPI-ക്കാരെ വിളിച്ചിരുത്തി ചോദിക്കും. താങ്കൾ എന്ത് ഈ പറയുന്ന പോലെ പുള്ളിനെ വിളിച്ചിരുത്തി ചോദിക്കും. അനാവശ്യമായിട്ട് ഇത്തരം ചിത്രത്തെ അംഗീകരിക്കുക അല്ലെങ്കിൽ അവഹേളിക്കുമ്പോൾ ഒരു സെപ്പറേറ്റിസവും അതോടൊപ്പം തന്നെ ഒരു എന്താ പറയാ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത്. ലാഭങ്ങളും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇത് ചർച്ചയാക്കുകയും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കുകയാണ്.
അത് നിങ്ങൾ എന്നിട്ട് ശാഖയിൽ പോയിട്ടില്ല, ഞങ്ങൾ ബൈനോക്കുലർ വെച്ച് നോക്കിയാണ് കണ്ടതെന്നൊക്കെ പറയുന്നത് വെറും അസംബന്ധമാണ്. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഉള്ളൂ, നിങ്ങൾ ഇതിൽ ഇന്നലെ പറഞ്ഞ കാര്യം കുറച്ച് കടുത്തുപോയി. ഇന്ന് പറഞ്ഞൊക്കെ ഞാൻ ക്ഷമിക്കാം. ഇന്നലെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, അയ്യങ്കാളി അടക്കം ബാക്കി എല്ലാവരെയും ശ്രീനാരായണ ഗുരുടക്കം എല്ലാവരെയും താങ്കൾ ഇതിനകത്ത് കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന വ്യക്തിപരമായ അഭിപ്രായം ആയിക്കോട്ടെ, അങ്ങനെ കാണുന്നതൊക്കെ താങ്കൾ വീട്ടിൽ കൊണ്ടുവച്ച് കണ്ടോളൂ. ഞങ്ങൾക്ക് തെറ്റാണോ? തെറ്റാണ്. ശരി, അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് അല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്നതിന് താങ്കൾ കാണാം. ഗവർണർ ഓഫീസിൽ വെക്കണ്ട, ഗവർണർ ഓഫീസിൽ തന്നെ വെക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാധനങ്ങളെ ഗവർണറുടെ ഓഫീസിലല്ല, എല്ലാ സ്ഥലങ്ങളിലും വെക്കണം. എല്ലാ സ്ഥലങ്ങളിലും ഇത് വിശാലതയാണ്, ഇത് മനസ്സിന്റെയും വിശാലതയാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വലിയ വിശാലത. അത് സെപ്പറേറ്റിസം എന്ന് പറയുന്ന ചിന്താഗതി ബൈനറിയിൽ മാത്രം ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. യാഥാർത്ഥ്യമാണ്. ഈ അധികാരത്തിന്റെ നോസിയേറ്റിംഗ് മെഗലോമാനിയുണ്ട്, അധികാരത്തിന്റെ ഗർവ്, അതൊന്നും ഈ ഇന്ത്യ രാജ്യത്ത് ചെലവാകൂല. അതുകൊണ്ടാണ് 303 240 ചെറുതായിട്ടൊന്ന് വീണത്. ഇനി വീഴാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന സംഭവം താങ്കൾ പറയുന്നത് പോലെ അവിടെ ഈ ഗവർണർ ഇരിക്കുന്നതിന് മുമ്പ് പല ഗവർണർമാരും ഇരുന്നപ്പോൾ ഇങ്ങനെ വെക്കാതിരുന്നുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയുന്നുള്ളൂ, ഈ പറയുന്ന ഇനി പിണറായി വിജയൻ നാളെ അവരുടെ പാർട്ടി ഓഫീസിലിരിക്കുന്ന പതാകകളും ചിഹ്നങ്ങളും കാൾമാക്സും ആംഗിൾസും ഒക്കെ ആയിട്ട് മറ്റേ ഇങ്ങോട്ട് വന്നാലും നമ്മളത് എതിർക്കണം. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക പദവികളൊന്നും രാഷ്ട്രീയ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഔദ്യോഗിക പരിപാടികളിൽ വിളക്ക് കത്തിക്കുന്നത് നിർത്തണം. അങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ള എന്താണ് നിങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ, ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വലിയ രീതിയിലുള്ള തെറ്റൊന്നും പറയാനില്ല. നിങ്ങൾ മറ്റേ ഗോഡ്സെ എന്ത് ചെയ്യുന്ന വെടിവെക്കുന്ന എം പിമാരുള്ള പാർട്ടിയാണ്, പ്രതികാരമായി വെടിവെക്കുന്ന എം പിമാരുള്ള പാർട്ടിയാണ്. പിന്നെ കർണാടകയിലെ ഒരു എം പി മറ്റേ നിയമസഭയിൽ ഗാന്ധിയെ വെടിവെച്ചത് ഏതാ? ഗാന്ധിയെ വെടിച്ചത് RSS ആണോ? ഗാന്ധിയെ വെടിച്ചത് ഹിന്ദു മഹാസഭയാണ്. അതിന്റെ പിന്മുറക്കാരാണെന്ന് അന്വേഷിച്ചാൽ മതി. അല്ല, RSS ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, ശരിയാവില്ല. ഈ ഗോഡ്സെ ഇറങ്ങി വന്നത് RSSൽ നിന്നാണ്. ഗോഡ്സെ ഇറങ്ങി വന്നത് RSSൽ നിന്ന് ഇറങ്ങി വന്ന് RSSന് വീര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഹിന്ദു മഹാസഭയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എനിക്ക് ചിരി മാത്രമേ ഒരു മറുപടി ഉള്ളൂ. തിരിച്ചോളൂ. RSSൽ നിന്ന് യഥാർത്ഥ സത്യം അറിയുന്നവർക്ക് ഹിന്ദു മഹാസഭയുടെ നേതാവാരായിരുന്നു. ഗാന്ധി വധക്കേസിൽ പ്രതിയാരായിരുന്നു. അതന്നെ ഗാന്ധി വധക്കേസിൽ പ്രതിയാരായിരുന്നു. ആ പ്രതിയെ എന്നിട്ട് തൂക്കിലേറ്റിയോ? ഇല്ല, തൂക്കിലേറ്റില്ല. അതിപ്പോ രാജീവ് ഗാന്ധിനെ ഇന്ദിരാഗാന്ധിനെ കൊന്നവരെ പോലും തൂക്കിലേറ്റിയില്ലല്ലോ. അപ്പൊ അതൊക്കെ ഇന്ദിരാഗാന്ധി അടക്കം RSSന്റെ സഹായം തേടിയിട്ടുണ്ട്. അതൊക്കെ തേടിയിട്ടുണ്ട്. അത് സ്വാഭാവികം. അത് ഇന്നലെ ഞാൻ പറഞ്ഞാണ്. പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ മറ്റേ വെറും ചിത്രമാണെന്നുള്ള തരികിടയൊന്നും ഇവിടെ അങ്ങടെ ആളുകൾ തൊണ്ടോ തുടക്കാനോ വിഴുങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ല. അതിന് രണ്ട് കാര്യങ്ങളോട് പറയണ്ടേ. ഈ സംസ്കാരമുള്ള ഒരാളാണ് നിങ്ങളുടെ MLA മറ്റേ കർണാടക അസംബ്ലിയിൽ നിന്നിട്ട് പോൺ വീഡിയോ കണ്ടതിന് എന്ത് ചെയ്ത് പിടിയിലായത്. അപ്പൊ അത്തരത്തിലുള്ള സംസ്കാരമൊക്കെ നിങ്ങളുടെ ഗംഭീരമാണ്. ഇനി ആ കണ്ട ചിത്രങ്ങളൊക്കെ എടുത്ത് വെക്കാതിരുന്നാൽ അത്രയും ഭാഗ്യം. ഒന്നാമത്തെ കാര്യം, ഈ ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം ഇതൊരു വിശാല ചിത്രമാണ്. ഇതില് സകല ആൾക്കാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ വിശാലതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു മനസ്സിന്റെ വലിയ വിശാലത, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ വിശാലത. ആ വിശാലതയ്ക്ക് അംഗീകാരം ലഭിക്കുക തന്നെ വേണം. സെപ്പറേറ്റിസത്തിന് അല്ല അംഗീകാരം. സെപ്പറേറ്റിസം നിങ്ങളാണ് നടപ്പിലാക്കുന്നത്. ആ വിശാലത ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതിവിടെ വെച്ചേ തീരുന്നത് നിർബന്ധം പിടിക്കുന്നത്. ഒരു സംശയമില്ല. കരുതിക്കോളൂ.